ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ക്ലാസ്സിൻ്റെ മൂന്നാമത്തെ ദിവസമാണ്. വളരെ പെട്ടെന്ന് ഇംഗ്ലീഷ് പഠിക്കാനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സും വളരെ ചെറിയ ക്ലാസ്സുകളുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ Day 3 ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിനെ പോലെ തന്നെ വുഡിൻ്റെ യൂസേജാണ്. അതായത് വളരെ പെട്ടെന്ന് വുഡ് ഉപയോഗിച്ച് നമുക്ക് സെൻറ്റൻസുകൾ പറയാൻ പറ്റും. അതിൽ വുഡ് എന്ന ഓക്സിലറി ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് കഴിഞ്ഞ കാലത്ത് നടന്നു വന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ, അതായത് ഇപ്പം നമ്മൾ പറയായിരുന്നു അവൾ എന്നെ കാത്ത് വാതിൽക്കൽ നിൽക്കുമായിരുന്നു. ഇപ്പോഴത്തെ അല്ല, പണ്ടുണ്ടായിരുന്ന കാര്യങ്ങൾ. ഷീ വുഡ് വെയിറ്റ് ഫോർ മീ അറ്റ് ദ ഡോർ. ഷീ വുഡ് വെയിറ്റ് ഫോർ മീ അറ്റ് ദ ഡോർ. എന്നാൽ ഞാൻ ഒരുപാട് സ്മോക്ക് ചെയ്യുമായിരുന്നു, അതായത് ഞാൻ ഒരുപാട് പുകവലിക്കുമായിരുന്നു എന്ന് പറയുന്നതിന് ഐ വുഡ് സ്മോക്ക് എ ലോട്ട്. അപ്പം അത് കേൾക്കുമ്പോൾ മനസ്സിലാവും എന്താണ് ഉദ്ദേശിക്കുന്നത്. ഐ വുഡ് സ്മോക്ക് എ ലോട്ട്. അടുത്തത്, വളരെ വൈകുന്നത് വരെ ഞങ്ങൾ പാഠങ്ങൾ പഠിക്കുമായിരുന്നു. വി വുഡ് സ്റ്റഡി അവർ ലെസൺസ് ലേറ്റ് അറ്റ് നൈറ്റ്. മുമ്പുള്ള കാര്യമാണ്. അപ്പോൾ കഴിഞ്ഞ കാലത്ത് നടന്നു വരുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴാണ് വുഡ് യൂസ് ചെയ്യുന്നത്. എന്നാൽ രണ്ടാമത്തെ വുഡിൻ്റെ യൂസേജ് എന്ന് പറയുന്നത് ലൈക്ക് ടു എന്ന് ചേർത്താൽ ഒരാഗ്രഹം. ഇപ്പം ഞാൻ പറയാണ്, എനിക്ക് ചില പുസ്തകങ്ങൾ വായിക്കുവാൻ താല്പര്യമുണ്ട്. അപ്പം വുഡ് ലൈക്ക് ടു, ഐ വുഡ് ലൈക്ക് ടു റീഡ്. വായിക്കാൻ താല്പര്യമുണ്ട്, സം ബുക്സ്, ചില പുസ്തകങ്ങൾ. അപ്പോൾ അത് ഏറ്റവും കൂടുതലായിട്ട് വളരെയധികമായി യൂസ് ചെയ്യുന്നൊരു പ്രയോഗമാണ്. ഇനി എനിക്കവനെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ എന്നാണെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു ഹെൽപ്പ് ഹിം. ഓക്കെ. എന്നാൽ നിനക്കവനെ സഹായിക്കണമെന്നുണ്ടോ എന്നാണെങ്കിൽ വുഡ് യു ലൈക്ക് ടു ഹെൽപ്പ് ഹിം. കണ്ടോ, ഐ വുഡ് ലൈക്ക് ടു ഹെൽപ്പ് ഹിം, എനിക്കവനെ സഹായിക്കണമെന്നുണ്ട്. വുഡ് യു ലൈക്ക് ടു ഹെൽപ്പ് ഹിം, അവന് സഹായിക്കണമെന്നുണ്ടോ. ഐ വുഡിൻറ്റ് ലൈക്ക് ടു ഹെൽപ്പ് ഹിം, അവനെ സഹായിക്കണമെന്നില്ല. വുഡിൻറ്റ് യു ലൈക്ക് ടു ഹെൽപ്പ് ഹിം, അവനെ സഹായിക്കണമെന്നില്ലേ. കണ്ടോ, ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ ഒരു സെൻറ്റൻസിൽ നിന്ന് തന്നെ എത്ര സെൻറ്റൻസുകൾ ഇപ്പോൾ ഉണ്ടാക്കിയെന്ന് കണ്ടോ. അപ്പം നിങ്ങളും അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കാം. ഇനി അവനവിടെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഹി വുഡ് ലൈക്ക് ടു ഗോ ദെയർ. ഹി വുഡ് ലൈക്ക് ടു ഗോ ദെയർ. അവന് ഇംഗ്ലീഷ് പഠിക്കുവാൻ താല്പര്യമുണ്ട്. ഹി വുഡ് ലൈക്ക് ടു സ്റ്റഡി ഇംഗ്ലീഷ്. അവൻ ഇംഗ്ലീഷ് പഠിക്കുവാൻ താല്പര്യമില്ല എന്നാണെങ്കിൽ ഹി വുഡിൻറ്റ് ലൈക്ക് ടു സ്റ്റഡി ഇംഗ്ലീഷ്. അവൻ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടോ. വുഡ് ഹി ലൈക്ക് ടു സ്റ്റഡി ഇംഗ്ലീഷ്. അവൻ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമില്ലേ. വുഡിൻറ്റ് ഹി ലൈക്ക് ടു സ്റ്റഡി ഇംഗ്ലീഷ്. ഉണ്ടോ. ഇനി എനിക്കൊരു സിനിമ കാണാൻ താല്പര്യമുണ്ട്. ഐ വുഡ് ലൈക്ക് ടു ഗോ ടു എ സിനിമ. ഐ വുഡ് ലൈക്ക് ടു ഗോ ടു എ സിനിമ. അപ്പോൾ ഈ സെൻറ്റൻസുകൾ നിങ്ങൾ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾ സ്ക്രീനിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇതിലെന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ കാണുക. ഈ ക്ലാസ്സുകൾ കാണുമ്പോൾ ഇപ്പോൾ ഇത് Day 3 ആണ്. അപ്പം ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഡേയിലെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി നല്ല രീതിയിൽ നിങ്ങൾക്കത്, ഞാനിപ്പോൾ ഒരു 10 ദിവസത്തെ ക്ലാസ്സാണ് കണ്ടിന്യൂസ് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു 10 ദിവസത്തെ ക്ലാസ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ആ ക്ലാസ്സുകളിൽ ചെറിയ ചെറിയ സെൻറ്റൻസുകളാണ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ചില പുസ്തകങ്ങൾ വായിക്കുവാൻ താല്പര്യമുണ്ട്. ഐ വുഡ് ലൈക്ക് ടു റീഡ് സം ബുക്സ്. എനിക്കവിടെ പോകണമെന്നുണ്ട്. ഐ വുഡ് ലൈക്ക് ടു ഗോ ദെയർ. എനിക്കൊരു സിനിമ കാണാൻ താല്പര്യമുണ്ട്. ഐ വുഡ് ലൈക്ക് ടു സീ എ ഫിലിം. എനിക്കവനെ സഹായിക്കണമെന്നുണ്ട്. ഐ വുഡ് ലൈക്ക് ടു ഹെൽപ്പ് ഹിം. ഓക്കെ. അപ്പോൾ ഇനിയുള്ള ഒരു ഉപയോഗം കൂടെ, ഒരു യൂസും കൂടെ ഉണ്ട്. അതായത് വുഡ് യു ചേർത്തിട്ട് എന്തെങ്കിലും നമ്മൾ മര്യാദയോടെ ചോദിക്കുവാനായിട്ട് വുഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് അതൊരു ക്വസ്റ്റ്യൻ രീതിയിലാണ്. അതായത് വുഡ് യു ഹെൽപ്പ് മീ ടു ടേക്ക് ദ മൊബൈൽ. എൻ്റെ മൊബൈൽ എടുത്തുതരാൻ എന്നെ സഹായിക്കുമോ. വുഡ് യു ഹെൽപ്പ് മീ. വുഡ് യു ഹെൽപ്പ് മീ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു ഹെൽപ്പ് ചോദിക്കുകയാണ്, സഹായം ചോദിക്കുകയാണ്. വുഡ് യു ക്ലോസ് ദ ഡോർ പ്ലീസ്. ഇതൊരു വളരെ മര്യാദയോടെ, മാന്യതയോടെ എന്തെങ്കിലും ചോദിക്കാനാണ് നമ്മൾ വുഡ് യൂസ് ചെയ്യുന്നത്. വുഡ് യു ക്ലോസ് ദ ഡോർ പ്ലീസ്. ആ കതകൊന്ന് അടച്ചിടാമോ എന്നാണ്. വുഡ് യു ഷോ മീ ദ വേ ടു ദ റെയിൽവേ സ്റ്റേഷൻ പ്ലീസ്. അപ്പോൾ ഇതൊക്കെ കുഞ്ഞു സെൻറ്റൻസുകളല്ലേ.
വുഡ് യു ഹെൽപ്പ് മീ, നീ എന്നെ സഹായിക്കുമോ, വുഡ് യു ഹെൽപ്പ് മീ പ്ലീസ്. ഇത് നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാം, എവിടെയും. നമ്മുടെ ഓഫീസിലൊക്കെ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ സ്പീക്കിംഗ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കണമെങ്കിൽ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുക. കണ്ണാടിയിൽ നോക്കി നിങ്ങൾ പരസ്പരം നിങ്ങൾ തന്നെ മറ്റൊരാളായി നിന്നുകൊണ്ട് സംസാരിക്കാൻ ശ്രമിക്കുക. അതൊക്കെ നിങ്ങൾ ചെയ്യാം. ഇപ്പോൾ ജനലൊന്ന് തുറക്കാവോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കത് രണ്ട് രീതി ചോദിക്കാം. എന്താണ്? വുഡ് യു ഓപ്പൺ ദ വിൻഡോ പ്ലീസ്, അല്ലെങ്കിൽ കുഡ് യു ഓപ്പൺ ദ വിൻഡോ പ്ലീസ്. ഓക്കെ, വുഡ് യു ഓപ്പൺ ദ വിൻഡോ പ്ലീസ്, കുഡ് യു ഓപ്പൺ ദ വിൻഡോ പ്ലീസ്. ഇനി റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴിയൊന്ന് കാണിച്ചു തരാമെന്നാണെങ്കിൽ വുഡ് യു ഷോ മീ ദ വേ ടു ദ റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് 3 കാര്യങ്ങളാണ് നമ്മൾ വുഡിൻ്റെത് പഠിച്ചത്. അതായത് കഴിഞ്ഞ കാലത്ത് നടന്നു വന്ന കാര്യങ്ങളെക്കുറിച്ച്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ എക്സസൈസുകൾ, അവൾ എന്നെ കാത്ത് വാതിൽക്കൽ നിൽക്കുമായിരുന്നു, ഷീ വുഡ് വെയിറ്റ് ഫോർ മീ അറ്റ് ദ ഡോർ, ഞാൻ ഒരുപാട് പുകവലിക്കുമായിരുന്നു, ഐ വുഡ് സ്മോക്ക് എ ലോട്ട്. ഇപ്പോഴത്തെ അല്ല, മുമ്പത്തെ കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ വൈകുന്നത് വരെ പാഠങ്ങൾ പഠിക്കുമായിരുന്നു, വി വുഡ് സ്റ്റഡി അവർ ലെസൺസ് ലേറ്റ് അറ്റ് നൈറ്റ്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഉദ്ദേശ്യം മനസ്സിലായി പഠിക്കാൻ കഴിയുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ, മറക്കരുത് കേട്ടോ. പിന്നൊന്നുള്ളതെന്ന് പറഞ്ഞാൽ വുഡിൻ്റെ കൂടെ ലൈക്ക് ടു ചേർത്ത് നമ്മുടെ ആഗ്രഹം അവതരിപ്പിക്കുക. അപ്പോൾ ആഗ്രഹം അവതരിപ്പിക്കുമ്പോൾ അത് ഐ വുഡ് ലൈക്ക് ടു നോ സംതിങ് അബൌട്ട് യു, നിന്നെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയണമെന്നുണ്ട്. ഐ വുഡ് ലൈക്ക് ടു ഹെൽപ്പ് ഹിം, എനിക്ക് അവനെ സഹായിക്കണമെന്നുണ്ട്. ഈ ഐ വുഡ് ലൈക്ക് ടു ഹെൽപ്പ് ഹിം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു സെൻറ്റൻസിൽ നിന്ന് പല സെൻറ്റൻസുകൾ എഴുതാൻ നിങ്ങൾ ശ്രമിക്കുക. എനിക്ക് സഹായിക്കാൻ താല്പര്യമില്ല എന്നാണെങ്കിൽ ഐ വുഡൻറ്റ് ലൈക്ക് ടു ഹെൽപ്പ് ഹിം. സഹായിക്കാൻ താല്പര്യമുണ്ടോ എന്നാണെങ്കിൽ വുഡ് യു ലൈക്ക് ടു ഹെൽപ്പ് ഹിം. ഓക്കെ, സഹായിക്കാൻ താല്പര്യമില്ലേ, വുഡൻറ്റ് യു ലൈക്ക് ടു ഹെൽപ്പ് ഹിം. എന്നാൽ തേർഡ് നമ്മൾ പറഞ്ഞ വുഡിൻ്റെ യൂസ് മര്യാദയോടെ, വളരെ മര്യാദയോടെ എന്തെങ്കിലും ചോദിക്കാൻ. വുഡ് യു പ്ലീസ് ഓപ്പൺ ദ ഡോർ, വുഡ് യു പ്ലീസ് ക്ലോസ് ദ ഡോർ, വുഡ് യു കം വിത്ത് മീ, ഓക്കെ, എൻ്റെ കൂടെ ഒന്ന് വരാമോ, വുഡ് യു ടെൽ മീ വേർ ദ റെയിൽവേ സ്റ്റേഷൻ ഈസ്, വുഡ് യു ടെൽ മീ വേർ ദ റെയിൽവേ സ്റ്റേഷൻ ഈസ്. ഇതൊക്കെ എന്ന് പറയുന്നത് വളരെ, ഇപ്പോൾ വുഡ് യുവിന് പകരം കുഡ് യു യൂസ് ചെയ്താലും അതെന്താണ്, വളരെ മര്യാദയോടെ ചോദിക്കുകയാണ്. അപ്പോൾ വുഡ് യുവിൻ്റെ 3 യൂസേജുകളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇനി നമുക്കുള്ളത് നമ്മുടെ എക്സർസൈസാണ്. അപ്പോൾ ഞാനൊന്ന് ഫസ്റ്റ് എക്സസൈസ്, ഈ ഫാൻ ഒന്ന് ഓൺ ചെയ്യാമോ, വുഡ് വെച്ചിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്, ഓർത്തോണം. ഈ ഫാൻ ഒന്ന് ഓൺ ചെയ്യാമോ, എനിക്കൊരു ഉപകാരം ചെയ്യാമോ. ഉപകാരം എന്നുള്ളതിന് ഫേവർ എന്നാണ് നമ്മൾ പറയുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, ഞങ്ങൾ അവിടെ പോകണമെന്ന് ആഗ്രഹിക്കുന്നു, ഞങ്ങൾ അവിടെ പോകണമെന്ന് ആഗ്രഹിക്കുന്നു. നെക്സ്റ്റ്, അവന് ഇംഗ്ലണ്ടിൽ പോകുവാൻ താല്പര്യമുണ്ട്, അവന് ഇംഗ്ലണ്ടിൽ പോകുവാൻ താല്പര്യമുണ്ട്. അടുത്തത്, എല്ലാ ദിവസവും രാവിലെ ഞങ്ങൾ നടക്കുമായിരുന്നു, എല്ലാ ദിവസവും രാവിലെ ഞങ്ങൾ നടക്കുമായിരുന്നു. എല്ലാ ദിവസവും ഡിന്നറിന് ശേഷം ഞങ്ങൾ കുശലം പറയുമായിരുന്നു. ഓക്കെ, ചില കാര്യങ്ങൾ ചെയ്യുമായിരുന്നു എന്നതിന് എന്താണെന്നുള്ളത് അറിയാമല്ലോ. അപ്പം വുഡിൻ്റെ 3 ടൈപ്പിലെ യൂസേജുകൾ, കഴിഞ്ഞ കാലത്ത് നടന്നു വന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുവാനും, അതുപോലെ ലൈക്ക് ടു ചേർത്തുകൊണ്ട് ആഗ്രഹം അവതരിപ്പിക്കുവാനും, അതുപോലെ തന്നെ മര്യാദയോടെ എന്തെങ്കിലും ചോദിക്കുവാനും വുഡ് യൂസ് ചെയ്യുന്ന 3 യൂസുകളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് മുമ്പുള്ള 2 ക്ലാസ്സുകൾ കൂടി നിങ്ങൾ കാണുക, നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.